ഗൾഫ് നാടുകളിലും ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളി കൂട്ടായ്മകളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പര്യായമാണ് KMCC. ജാതിമത ഭേദമന്യേ മനുഷ്യത്വത്തിന് മുൻഗണന നൽകുന്ന ഈ സംഘടനയ്ക്ക് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് GCC രാജ്യങ്ങളിൽ വലിയ ജനസ്വീകാര്യതയാണുള്ളത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് പ്രവാസ ലോകം കടുത്ത ആശങ്കയിലും ഭയത്തിലും അനിശ്ചിതത്വത്തിലും ഉലഞ്ഞുപോയപ്പോൾ KMCC പ്രവർത്തകർ നടത്തിയ മാതൃകാപരമായ സേവനങ്ങളിൽ മലയാളി 100 നാവോടെ വാഴ്ത്തിപ്പാടിയതാണ്. രോഗബാധിതർക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചും ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കിയും നാടടയാൻ കൊതിച്ചവർക്ക് വിമാന ടിക്കറ്റുകൾ നൽകിയും അവർ കാരുണ്യത്തിന്റെ ദൂതന്മാരായി മാറി. ഇപ്പോഴിതാ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിശ്വാസികൾ ആത്മീയ സാഫല്യം തേടി ഹജ്ജ് തീർത്ഥാടനത്തിനായി പുണ്യഭൂമിയിൽ നിറയുമ്പോൾ ആ സേവന സന്നദ്ധരായ കാരുണ്യപ്പട വീണ്ടും സജീവമാവുകയാണ്. ജാതി വംശ ദേശഭേദമില്ലാതെ വിശ്വമാനവികതയിലും സമർപ്പണത്തിന്റെയും സന്ദേശവുമായി പുണ്യഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുമെന്നത് വലിയൊരു ദൗത്യമാണ്. ഈ പവിത്രമായ നിയോഗത്തിനാണ് KMCC തങ്ങളുടെ സമാനതകളില്ലാത്ത സേവനവുമായി കൈത്താങ്ങാകുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തുടക്കം കുറിച്ച ആ സേവന ദൗത്യം ഒരു നിയോഗം പോലെ സൗദി അറേബ്യയിലെ KMCC കമ്മിറ്റികൾ ഇപ്പോൾ വീണ്ടും ഒരു ഹജ്ജ് തീർത്ഥാടന കാലത്തെ വലിയ മുന്നൊരുക്കങ്ങളോടെയാണ് വരവേൽക്കുന്നത്. ഈ പുണ്യകർമ്മത്തിനായി മക്കയിലെത്തുന്ന പ്രായമായവരും അശരണരുമായ ഹാജിമാർക്ക് തണലൊരുക്കാൻ കർമ്മനിരതരായി പുണ്യഭൂമിയിൽ അവർ സജീവമാണ്. മക്കയിലെത്തുന്ന തീർത്ഥാടകരെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുന്നത് മുതൽ ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി അവർ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നതുവരെ KMCC വോളണ്ടിയർമാർ അവർക്കൊപ്പം തന്നെ ഉണ്ടാകും. മസ്ജിദുൽ ഹറം, മിന, അറഫ, മുസ്ദലിഫ തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിലെല്ലാം ഈ ഹരിത സേവകർ സജീവമായി നിലയുറപ്പിക്കുന്നു. വഴിതെറ്റുന്ന പ്രായമായ ഹാജിമാരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുക, ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർക്ക് വീൽചെയർ സഹായം നൽകുക, അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ ഉറപ്പാക്കുക, ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്യുക തുടങ്ങിയ വിപുലമായ സേവനങ്ങളാണ് ഇവർ നിർവഹിക്കുന്നത്. ഹജ്ജ് തീർത്ഥാടന കാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വളണ്ടിയർമാർക്കുള്ള പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. അങ്ങനെ സന്നദ്ധ സേവകരെ എല്ലാ അർത്ഥത്തിലും സേവന സജ്ജരും പ്രാപ്തരുമാക്കിയ ശേഷമാണ് കർമ്മഗോതയിലേക്ക് ഇറക്കുന്നത്. സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ തിരഞ്ഞെടുക്കപ്പെട്ട 600-ൽ പരം സന്നദ്ധ പ്രവർത്തകരാണ് ഇത്തവണ മക്ക KMCCയുടെ കീഴിൽ ഹജ്ജ് സേവനത്തിൽ കർമ്മനിരതരായിട്ടുള്ളത്. ഹാജിമാർ മിനയിലെത്തുന്നത് മുതൽ അറഫ സംഗമത്തിനായി അറഫ മൈതാനത്തേക്ക് നീങ്ങുന്നതുവരെ ആവശ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ നേതാക്കളും വോളണ്ടിയർമാരും അതീവ സന്നദ്ധരായിരുന്നു. ഹജ്ജ് കർമ്മങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നതുവരെ ഈ വോളണ്ടിയർമാർ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ സേവന സന്നദ്ധരായി തുടരും. KMCCയുടെ ഈ അതുല്യമായ ഹജ്ജ് സേവന പ്രവർത്തനങ്ങളെ സൗദി അറേബ്യയിലെ വിവിധ ഉന്നതതല നേതാക്കളും നയതന്ത്ര ഉദ്യോഗസ്ഥരും പലപ്പോഴും മുക്തകണ്ഠം പ്രശംസിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ ഏറ്റവും ഭംഗിയോടെ കൈകാര്യം ചെയ്യാൻ എപ്പോഴും ഔദ്യോഗിക സംവിധാനങ്ങളുടെ കരുത്തായി നിലയുറപ്പിക്കാറുള്ള ഈ സന്നദ്ധ സംഘത്തെ അഭിനന്ദിക്കാനും ആശീർവദിക്കാനും വിവിധ ഇന്ത്യൻ അംബാസിഡർമാർ മക്കയിലെ ആസ്ഥാനത്തടക്കം നേരിട്ടെത്താറുണ്ട്. രാപ്പകൽ ഭേദമില്ലാതെ വനിതകൾ ഉൾപ്പെടുന്ന വോളണ്ടിയർമാർ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ അത്രമാത്രം അവിസ്മരണീയവും വാക്കുകൾക്കതീതവുമാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നെത്തുന്ന തീർത്ഥാടകർക്ക് സുഗമമായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ KMCC സേവകർ എല്ലാം മറന്നു നടത്തുന്ന സമർപ്പിതമായ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണ്. 10,000 കണക്കിന് അംഗങ്ങളും അനുഭാവികളുമുള്ള KMCC പ്രവാസ ലോകത്ത് ദുരിതത്തിലായവർക്ക് അഭയം നൽകുന്നതിനൊപ്പം ജന്മനാട്ടിലെ സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ രംഗങ്ങളിൽ വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ഹജ്ജ് വോളണ്ടിയർ സേവനത്തിന് പുറമെ സൗദി നാഷണൽ ഡേയോട് അനുബന്ധിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ നടത്തുന്ന രക്തദാന ക്യാമ്പുകളും ഏറെ ശ്രദ്ധേയമാണ്. തങ്ങൾ അന്നം കഴിക്കുന്ന രാജ്യത്തോടുള്ള കടപ്പാടും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തുന്ന അതിഥികളോടുള്ള സ്നേഹവും മുൻനിർത്തി ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ KMCC പ്രവർത്തകർ നടത്തുന്ന ഈ വിശുദ്ധ സേവനം മനുഷ്യത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമായി പുണ്യഭൂമിയിൽ തിളങ്ങി നിൽക്കുന്നു.